രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിൻ്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിൻ്റെ മകൻ. യെസ്, ഐ ആം എ പ്രിൻസ്, അണ്ടർ വേൾഡ് പ്രിൻസ്, അധോലോകങ്ങളുടെ രാജകുമാരൻ. എത്ര തവണ കണ്ടാലും മതിവരാത്ത കിടിലൻ രംഗം. ആദ്യകാലത്ത് മോഹൻലാലിനെ അനുകരിച്ച് മിമിക്രി കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ ഈ രംഗമായിരുന്നു അവതരിപ്പിച്ചു വന്നിരുന്നത്. അങ്ങനെയും ഈ ഡയലോഗുകൾ സിനിമാ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മുദ്ര ചാർത്തി. രാജാവിൻ്റെ മകനിലെ വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് മോഹൻലാൽ മലയാള സിനിമയുടെ താരസിംഹാസനത്തിൽ കയറിയിരുന്നത്. സ്വയം ഇരുന്നതല്ല, ലാലേട്ടൻ്റെ ആരാധകർ ഇരുത്തിയതായിരുന്നു. ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥയിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ റിലീസ് ചെയ്തിട്ട് 40 വർഷമായിരിക്കുന്നു. 1986 ജൂലൈയിലായിരുന്നു ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇങ്ങനെയൊരു തിരക്കഥയും ഇങ്ങനെയൊരു സിനിമയും അന്നുണ്ടായിരുന്നില്ലെങ്കിൽ മോഹൻലാൽ സൂപ്പർ താരമായി മാറുമായിരുന്നു. മറ്റേതെങ്കിലും ഒരു ചിത്രത്തിലൂടെ ലാലേട്ടൻ ആ സ്ഥാനം നേടിയെടുക്കുമെന്നുറപ്പാണ്. എങ്കിലും രാജാവിൻ്റെ മകൻ എന്ന ചിത്രം മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയെന്നതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ പലർക്കും അറിയാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. മോഹൻലാലിനു വേണ്ടി എഴുതിയ ചിത്രമായിരുന്നില്ല രാജാവിൻ്റെ മകൻ. മമ്മൂട്ടിയെ മനസ്സിൽ വെച്ചായിരുന്നു ഡെന്നിസ് ജോസഫ് രാജാവിൻ്റെ മകൻ എഴുതിയത്. ചിത്രത്തിന് ഡേറ്റ് കൊടുക്കാൻ മമ്മൂട്ടി വിസമ്മതിച്ചതോടെയാണ് മോഹൻലാലിന് അവസരം ലഭിക്കുന്നത്. ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തിയാണ് അധികമാരും അറിയാത്ത ഈ അണിയറ കഥ ഒരിക്കൽ തുറന്നു പറഞ്ഞത്. സീരിയസ് കഥാപാത്രങ്ങൾ മാത്രം ചെയ്തു വന്ന മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ ചിത്രമായിരുന്നു രാജാവിൻ്റെ മകൻ. മോഹൻലാൽ അക്കാലത്ത് ഇത്തരം സീരിയസ് വേഷങ്ങളൊന്നും ചെയ്തിരുന്നില്ല. വില്ലനായാണ് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു മോഹൻലാൽ കൂടുതലായി ചെയ്തിരുന്നത്. എന്നാൽ രാജാവിൻ്റെ മകനിൽ വന്നപ്പോൾ മോഹൻലാൽ ആരെയും ചിരിപ്പിച്ചില്ല, പകരം ത്രില്ലടിപ്പിക്കുകയായിരുന്നു. 40 വർഷത്തിനു ശേഷവും ആ ത്രില്ലിൻ്റെ അനുഭൂതി ലാലേട്ടൻ്റെ ആരാധകരുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോകില്ല. രാജാവിൻ്റെ മകനിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 26. മലയാള സിനിമ ചരിത്രത്തിൽ വേറെ ഒരു നടനും മോഹൻലാലിനെ പോലെ 26-ാം വയസ്സിൽ ഇൻഡസ്ട്രിയുടെ നെടുംതൂൺ ആയിട്ടില്ല. സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത ആളുകൾ മറ്റെങ്ങും പോകാതെ അടുത്ത ഷോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച മലയാള സിനിമ ആദ്യമായി കണ്ടത് രാജാവിൻ്റെ മകനിലാണ്. 1986-ലെ ഏറ്റവും സാമ്പത്തിക വിജയം സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ഇത്. മൊത്തം 40 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം അക്കാലത്തെ ചെറിയ ടിക്കറ്റ് നിരക്ക് വെച്ചിട്ട് പോലും ബോക്സ് ഓഫീസിൽ 80 മുതൽ 85 ലക്ഷം രൂപ കളക്ട് ചെയ്തു. രാജാവിൻ്റെ മകൻ മറ്റനവധി ഭാഷകളിൽ റീമേക്ക് ചെയ്യുകയുണ്ടായി. ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് മോഹൻലാലിന് ലഭിച്ച പ്രതിഫലം എത്രയായിരുന്നുവെന്നോ? 1 ലക്ഷം രൂപ മാത്രം. അതേസമയം ഈ ചിത്രത്തിലെ നായിക അംബികയ്ക്ക് ലഭിച്ചു 1 ലക്ഷം. അക്കാലത്ത് അംബികയുടെ പ്രതിഫലം ഇതിനേക്കാൾ എത്രയോ കൂടുതലായിരുന്നു എന്നതും മറ്റൊരു കഥ. തമിഴിൽ ഒന്നാം ദിന നായകരായ കമൽഹാസന്റെയും രജനീകാന്തിന്റെയുമൊക്കെ നായികയായി അഭിനയിച്ച അംബികയ്ക്ക് സ്വാഭാവികമായും ഈ ചിത്രത്തിൽ 1 ലക്ഷത്തിലേറെ പ്രതിഫലം ആവശ്യപ്പെടാമായിരുന്നു. എങ്കിലും അംബിക 1 ലക്ഷം രൂപ കൊണ്ട് തൃപ്തി അടഞ്ഞു. തൻ്റെ കാർ വിറ്റും ചില വസ്തുവകകൾ പണയപ്പെടുത്തിയുമൊക്കെയായിരുന്നു തമ്പി ഈ സിനിമ നിർമ്മിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കിയായിരുന്നു അംബിക തൻ്റെ പ്രതിഫലം കുറച്ചത്. മകൾക്ക് 1.25 ലക്ഷം രൂപ പ്രതിഫലം വേണമെന്ന് അംബികയുടെ അമ്മ നിർബന്ധം പിടിച്ചുവെന്നും അംബിക അമ്മയെയും പറഞ്ഞു മനസ്സിലാക്കി പിടിവാശി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും അക്കാലത്ത് ചില കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. എന്തായാലും 40 വർഷത്തിനു ശേഷവും രാജാവിൻ്റെ മകൻ മലയാള സിനിമയിൽ ഒരു നാഴികക്കല്ലായി തിളങ്ങി നിൽക്കുന്നു.